Hi friends, welcome to Village Cooking Kuttanad. എല്ലാവരും Village Cooking Kuttanad ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് ബീഫ് കൊണ്ടൊരു സ്പെഷ്യൽ റെസിപ്പി, വളരെ സിമ്പിളായി വളരെ പെട്ടെന്ന് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ BDF ബീഫ് ഡ്രൈ ഫ്രൈ ഉണ്ടാക്കാം. 1/2 കിലോ ബീഫാണ്. ഇതുപോലെ വലിയ പീസ് തന്നെ വേണം. നല്ലതുപോലെ കഴുകിയെടുത്ത് ബീഫ് പ്രഷർ കുക്കറിൽ ആദ്യം വേവിച്ചെടുക്കാം. ഇതിൽ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും ചേർത്ത് ബീഫിൽ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. കറിവേപ്പിലയും ചില്ലിയും കുറച്ച് വെള്ളവും ചേർത്ത് നമുക്കിത് വേവിച്ചെടുക്കാം. ബീഫ് വേകാൻ 8-10 വിസിലെങ്കിലും വേണം. നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. വേവിച്ച് വെച്ച ബീഫിന് കോട്ടിംഗ് തയ്യാറാക്കാം. ഒരു മുട്ട അതാദ്യം ചേർക്കാം. ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചത്, 6-7 വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ പെരുംജീരകം, 2 ടേബിൾ സ്പൂൺ ഉപ്പ്, 5-6 വറ്റൽമുളക് ചതച്ചത്, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല. ഇതെല്ലാം മിക്സ് ചെയ്യാൻ വെള്ളത്തിന് പകരം ബീഫിൻ്റെ സ്റ്റോക്ക് ചേർക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. കുറച്ചും കൂടെ ബീഫിൻ്റെ സ്റ്റോക്ക് ചേർത്ത് നല്ലതുപോലെ പേസ്റ്റാക്കി എടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം എടുക്കാൻ. നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ബീഫ് എടുക്കാം. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ബീഫ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്ത പീസ് വീണ്ടും ഇതുപോലെ ചെറുതായി നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം.
നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കോട്ടിങ്ങിൽ കട്ട് ചെയ്ത ബീഫ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി ഫ്രൈ ചെയ്തെടുക്കാം. പാൻ ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർത്തെടുക്കണം. ബീഫ് കുറേശ്ശെയായിട്ട് ചേർക്കാം. ഇതുപോലെ സ്പ്രെഡ് ചെയ്തിടുക. 5-6 മിനിറ്റ് മതി ഫ്രൈ ആയി കിട്ടാൻ. ഇത് ഓൾറെഡി വേവിച്ച ബീഫാണ്. കുറച്ച് സമയം മതി ഫ്രൈ ആയി കിട്ടാൻ. ഇതിൽ മുട്ട ചേർത്തുകൊണ്ട് നല്ല കോട്ടിംഗ് ആണ്. ഇത് ഇളക്കിയാലും ഇതിൻ്റെ മിക്സ് ബീഫിന് വിട്ടു പോകത്തില്ല. ഇതിപ്പം ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം. നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റിയാണ്. എൻ്റെ മസാലയൊന്നും പോയിട്ടില്ല. ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള BDF തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കുറച്ച് ഐറ്റംസും കൂടെ ചേർക്കാനുണ്ട്. ഒരു ചെറിയ പീസ് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്, വെളുത്തുള്ളി 6-7 എണ്ണം ചതച്ചത്, പച്ചമുളക് കട്ട് ചെയ്തത്. ഇത്രയും നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത എണ്ണയ്ക്കകത്തോട്ട് ചേർത്ത് മൂപ്പിച്ചെടുക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഈ BDFിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും കൂടെ ചേർക്കാം. ഒരു ചെറിയ നാരങ്ങ വേണം. ഇത് കട്ട് ചെയ്ത് അതിൻ്റെ നീര് നമുക്ക് ഈ ബീഫിലോട്ട് ചേർക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള BDF തയ്യാറായിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കോട്ടിംഗ് ആണ്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റിയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.